എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ ബിഷപ്പ് ജെറോം നഗർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ കത്തോലിക്ക രൂപതയായ കൊല്ലം രൂപതയുടെ ഉടമസ്ഥതയിലാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ ഉള്ളത്. ഈ ഒരു സ്ഥലത്തിന് ബിഷപ്പ് ജെറോം നഗർ എന്ന് പേര് വരാനുണ്ടായ കാരണം കൊല്ലം രൂപതയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനും അതേപോലെ കൊല്ലം ജില്ലയിലെ തന്നെ ഒരു സ്വന്തം സ്ഥലത്ത് തന്നെ ആദ്യത്തെ ഒരു ബിഷപ്പായിരുന്നു ഈ ബിഷപ്പ് ജെറോം പിതാവ് എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ കോയിവിള എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ബിഷപ്പ് ജെറോം നഗർന്ന് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് പേര് വന്നത്. 1937 മുതൽ 1978 വരെയായിരുന്നു ബിഷപ്പ് ജെറോം പിതാവ് കൊല്ലം രൂപതയിൽ ഉണ്ടായിരുന്നത്. കൊല്ലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ള മറ്റ് പല സ്ഥാപനങ്ങൾക്കും ബിഷപ്പ് ജെറോമിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ബിഷപ്പ് ജെറോം പിതാവ് ഒരുപാട് പുണ്യപ്രവൃത്തികൾ, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബിഷപ്പായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഒരു പ്രത്യേക ബഹുമാനമാണ്. ഒരുപാട് അറിയപ്പെടുന്ന ഒരു ബിഷപ്പ് കൂടാണ് ഈ ഒരു ബിഷപ്പ് ജെറോം പിതാവ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും പിന്നെ മറ്റ് ചില സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. SBI ബാങ്ക്, പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമും, പിന്നെ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യം നല്ല രീതിയിലുണ്ട്. പിന്നെ കാർ വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിറ്റ്നസ് സെൻ്റർ ഉണ്ട്, ലാപ്ടോപ്പ്, മൊബൈൽ സർവീസ്, സെയിൽസ്, H&C ബുക്ക് സ്റ്റോള്, പിന്നെ സിനിമ തിയേറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ പൊതുവേ ആളും തിരക്കൊക്കെ ഉള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉച്ച സമയത്ത് നമ്മൾ വന്നിരിക്കുകയാണ്, ആൾ കുറവുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കാർ പാർക്കിംഗ് ഒക്കെ എത്രയും ഫ്രീ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ബിഷപ്പ് ജെറോം നഗറിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എസ്കലേറ്റർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അത് ഒരു പ്രാവശ്യം പോലും വർക്ക് ചെയ്ത് കണ്ടിട്ടില്ല. അതെപ്പോഴും ഇങ്ങനെ ഓഫാക്കിയിട്ടിരിക്കത്തേ ഉള്ളൂ. അതിൽ ആരും നടന്ന് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ അന്ന് അധികം എവിടെ ഈ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വർക്ക് ചെയ്താലില്ലെങ്കിൽ സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ ഏതൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു, റോളിൽ നിന്ന് കണ്ടിട്ടുണ്ടെന്ന്. ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പോൾ അതവിടുന്ന് പൊളിച്ച് മാറ്റി കുറച്ച് സ്പേസ് കിട്ടി. അവിടെ ചെറിയൊരു കോഫി ഷോപ്പ് പോലെ എന്തോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം സ്റ്റെപ്പ് മാത്രമല്ല, ലിഫ്റ്റും ഉണ്ട്. ഫുൾ ടൈം ലിഫ്റ്റ് ഓൺ ആയിരിക്കും.
ഇനി കാണാൻ പോകുന്നത് ബിഷപ്പ് ജെറോം നഗറിൻ്റെ നൈറ്റ് ടൈമിലെ ഒരു വ്യൂ ആണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് കൊല്ലത്തെ ബിഷപ്പ് ജെറോം നഗറിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ പല വീഡിയോസും മുമ്പ് ഇട്ട സമയത്ത് കൊല്ലത്തുള്ള വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കൊല്ലത്തുള്ള വീഡിയോസ് ഇനിയും വരണം, ഞങ്ങൾ കൊല്ലം കാണണമെന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് കൊല്ലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ചും പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കൊല്ലത്തെ വീഡിയോസ് വരണമെന്ന് പറഞ്ഞിട്ട്. അതുകൂടെ കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും കൊല്ലത്തുള്ള പല സ്ഥലങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ വരുന്നുണ്ട്. കൊല്ലത്തെ വീഡിയോകൾ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പലതും ട്രാവൽ ബ്ലോഗുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ യാത്രാ വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. യാത്രാ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളും അതേപോലെ ചന്തകൾ, മാർക്കറ്റ് പ്ലേസുകളൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.